ശ്രീകുമാർ മനയിൽ ഇവിടെ ഒരു കമ്മ്യൂണൽ ബാലൻസിങ് നടത്തിയിട്ടുണ്ട്. ഇപ്പം എല്ലാ സാമൂഹ്യ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം വേണ്ടേ എന്ന് ചോദിച്ചാൽ പ്രാതിനിധ്യം വേണം, പ്രാതിനിധ്യമാണ് നീതി. പക്ഷേ ഈ സാങ്കേതികമായി പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് അപ്പുറത്ത് എത്രമാത്രം ടാക്റ്റിക്കലാണ് കോൺഗ്രസിന്റെ പൊസിഷൻ എന്നുള്ളത് കൂടി കാണണ്ടേ. ഇപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യുക അല്ലെങ്കിൽ സാമൂഹ്യ വിഭാഗങ്ങൾ അവരുടെ പിന്തുണ പ്രഖ്യാപിക്കുക നയങ്ങളുടെയും നിലപാടുകളുടെയും കൂടി പേരിലായിരിക്കുമല്ലോ. ഓരോ വിഷയത്തിലും എടുക്കുന്ന സമീപനം എന്താണ് എന്നത് നോക്കിയായിരിക്കുമല്ലോ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നേതൃത്വത്തിൽ ഇന്ന ആളുകൾ വന്നു അതുകൊണ്ട് എല്ലാമായി എന്ന് കരുതുന്നത് അബദ്ധമാവില്ലേ? അതാണോ യഥാർത്ഥത്തിൽ വേണ്ടത്, അതോ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ വേണം? നേതൃത്വത്തിൽ ഇന്ന ആളുകൾ വന്നു എന്നുകൊണ്ട് മാത്രം കോൺഗ്രസിന് വേണ്ടി എല്ലാ വിഭാഗം ജനങ്ങളും മുന്നോട്ട് വന്ന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഭരണത്തിലേറ്റും എന്ന് കരുതുന്നത് മോഠ്യം തന്നെയാണ്, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതൊരു പല കോണുകളിൽ നിന്ന് അനലൈസ് ചെയ്താലാണ് അഭിലാഷ് ഇത് മനസ്സിലാവുള്ളൂ. കാരണം വെച്ചാൽ ഒന്ന്, ബി ജെ പിയുടെ വർദ്ധിച്ച വോട്ട് വർധനവും. 20ഓളം മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് 30,000 വോട്ടുണ്ട്. ബി ജെ പി 30,000 വോട്ട് പിടിക്കുന്ന ഒരു മണ്ഡലത്തിലും കോൺഗ്രസ് ജയിക്കാൻ സാധ്യതയില്ലെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം എറണാകുളം ജില്ലയിൽ തന്നെ തൃപ്പൂണിത്തുറ പോലുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി വലിയ തോതിൽ വോട്ട് ഉയർത്തുന്ന ഒരു മണ്ഡലമാണ്. പണ്ട് കോൺഗ്രസിൻ്റെ കുത്തക സീറ്റായിരുന്ന തൃപ്പൂണിത്തുറ ബി ജെ പി വലിയ തോതിൽ വോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം മണ്ഡലങ്ങൾ 20-25 മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. ഈ മണ്ഡലങ്ങളിൽ ബി ജെ പി വോട്ട് ഉയർത്തുന്നവരും കോൺഗ്രസിൻ്റെ സാധ്യതകൾ അവിടെ കുറഞ്ഞു വരും. അവിടെയാണ് നമ്മുടെ ഈ കമ്മ്യൂണൽ ബാലൻസിങ്ങിൻ്റെ അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് കൈവിട്ടു പോയ ക്രൈസ്തവ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ, ദളിത് വോട്ടുകൾ അതൊക്കെ കൃത്യമായിട്ട് സമാഹരിക്കൽപ്പെട്ടാൽ മാത്രമേ ഇത് ഈ ചില 30ഓളം മണ്ഡലങ്ങളിൽ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിടാൻ കഴിയുള്ളൂ. CPM-നെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വോട്ട് ഉയർത്തുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം അവരുടെ വോട്ട് അത്രയ്ക്കധികം ഇപ്പോൾ നമ്മൾ ആറ്റിങ്ങിലൊക്കെ പോയ പോലെയുള്ള ഒരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകളാണ് പലപ്പോഴും ബി ജെ പിയിലേക്ക് പോകുന്നത്. അപ്പോൾ ബി ജെ പി വോട്ട് ഉയർത്തും. നമ്മൾ മൂന്നാം കക്ഷിയായി ബി ജെ പി നിൽക്കുന്നത് ചുമ്മാ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. ആ ബി ജെ പി പോലത്തെ ഒരു രാഷ്ട്രീയ കക്ഷി കൃത്യമായ ചില രാഷ്ട്രീയ തന്ത്രങ്ങളുമായിട്ടാണ് കേരളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് അവരുടെ മണ്ഡലങ്ങളിൽ വോട്ട് ഉയർത്തും. നിങ്ങൾ എത്ര സീറ്റ് ജയിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. ബി ജെ പി കൃത്യമായി അവർ ആഗ്രഹിക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ട് ഉയർത്തും. അവർ പലപ്പോഴും പ്രകടനം പോലും നടത്താത്ത മണ്ഡലങ്ങളിൽ പോലും വലിയ തോതിൽ വോട്ട് ഉയർത്തുന്നുണ്ട്. ആ വോട്ട് ഉയർത്തുന്നത് കോൺഗ്രസിന് ഭീഷണിയാവുന്നുള്ള ധാരണ പൊതുവെ, അല്ലെങ്കിൽ അതൊരു വസ്തുതയാണ്. ആ വസ്തുത കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യം നമ്മളെടുത്ത് വരേണ്ടത്. ഇപ്പോൾ സണ്ണി ജോസഫ് ആയാലും അല്ലെങ്കിൽ ആൻ്റോ ആനും അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ നേതൃത്വം അല്ലെങ്കിൽ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾ UDF കൺവീനർ, മറ്റ് കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ KPCയുടെ തലപ്പത്ത് നിന്നൊക്കെ വരുമ്പോഴേക്കുള്ള ഒരു പൊതുധാരണയുടെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാ വിഭാഗങ്ങളെയും പരിഗണിക്കുന്നു, എല്ലാ വിഭാഗങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു പ്രസ്ഥാനമാണ്, ഒരു മുന്നണിയാണ് UDF എന്ന് വരുമ്പോൾ ഈ പറയുന്ന പോലെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ ദളിത് വോട്ടുകളെയൊക്കെ കോൺഗ്രസിലേക്ക് പോയ ന്യൂനപക്ഷ ദളിത് വോട്ടുകളെ കോൺഗ്രസിലേക്ക് തിരിച്ചുവിട്ടാണ്ട് പരിശ്രമം. കാരണം രാഷ്ട്രീയത്തിൽ നമുക്ക് 2-2 4 എറിഞ്ഞാൽ എല്ലാം വാങ്ങാൻ വീഴണമെന്നില്ല. നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് അറിയാന്നുള്ള വീഴുന്ന വാങ്ങാൻ അത്രമാത്രം രാഷ്ട്രീയത്തിലുള്ളൂ. ഈ ഒരു നില ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അല്ലെങ്കിൽ UDF നിന്ന് ക്രിസ്ത്യൻ വോട്ടുകൾ അകലാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കോൺഗ്രസിൽ ക്രിസ്ത്യൻ നേതൃത്വമില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ നേതാക്കളില്ല, ക്രിസ്ത്യാനികൾ ഏതോ താക്കൽ സ്ഥാനത്തില്ല എന്നുള്ള മട്ടിലല്ലല്ലോ. അതിനപ്പുറത്ത് മുസ്ലിം വിരോധം വളർന്നു വരുന്നുണ്ട്, ഇസ്ലാമോഫോബിയ വളർന്നു വരുന്നുണ്ട്. അത് വളർത്താനുള്ള വലിയ തോതിലുള്ള ഊർജ്ജം ചില ആളുകൾ ചെലവഴിക്കുന്നുണ്ട്, ചില സാമൂഹ്യ ഗ്രൂപ്പുകളടക്കം അതിൽ പ്രവർത്തിക്കുന്നുണ്ട്, രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഈ തരത്തിലുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായി പോകുന്ന വോട്ടുകളെ ഒരു വ്യക്തി അവിടെ കൊണ്ടു നിർത്തിയിട്ട് എങ്ങനെ തിരിച്ചു പിടിക്കാനാണെന്ന് അല്ല, അത് ഒരു വ്യക്തി എന്നുള്ളതല്ല അഭിലാഷില്ലാത്ത വിഷയം. ഒരു പക്ഷേ KPC പ്രസിഡന്റ് സ്ഥാനത്ത് കേസ് ഇപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാസയുടെ വിഷയം ഉയർന്നു വന്നു. കാസ ഒരു ക്രൈസ്തവ തീവ്ര നിലപാടുള്ള സംഘടന, കൃത്യമായ മുസ്ലിം വിരുദ്ധ നിലപാടുള്ള സംഘടന, അത്ഭുതപ്പെടുത്തും വിധം അതിശയിപ്പിക്കുമ്പോഴും മുസ്ലിം വിരുദ്ധ നിലപാടുള്ള ഒരു സംഘടനയാണ് കാസ. ആ കാസയുടെ എന്താ പറയുക, വലിയ തോതിൽ ക്രിസ്ത്യൻ സമുദായത്തെ വേരുപെടുത്തുമ്പോൾ അതിനെതിരെ ഒരു കോൺഗ്രസിൻ്റെ ഉണ്ടാകുന്ന പ്രതികരണം അത് സുധാകരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണോ സണ്ണി ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണോ പൊളിറ്റിക്കലി കോൺഗ്രസിന് നല്ലത്? സണ്ണി ജോസഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. ഇവിടെയാണ് ഇന്ന് അതിൻ്റെ പോയിന്റ് വരുന്നത്. നമ്മൾ വെറുതെ ഒരു വ്യക്തി എന്നുള്ള നിലയല്ല എടുക്കുന്നത്, ഈ പ്രതികരണം വരുന്നത്. കാരണം കോൺഗ്രസ് എന്തുകൊണ്ട് പാർട്ടി CPM പോലെയല്ല. CPM-ന് ശരിയാണ്, ഇപ്പോൾ പിണറായി വിജയനോ അല്ലെങ്കിൽ ഗവി ഗോവിന്ദനോ RSSനോ കാസയ്ക്കെതിരെ പറയുന്ന പോലെ ആ ഒരു മൂഡിലേക്ക് നമ്മൾ കോൺഗ്രസ് രാഷ്ട്രീയം കൊണ്ടുവരുന്നത്. ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അപ്പോഴത്തേക്ക് സണ്ണി ജോസഫ് കൃത്യമായിട്ട്, സണ്ണി ജോസഫ് അല്ല, ഒരു ക്രൈസ്തവ നാമധാരിയായ ഒരു നേതാവ്
അത്യാവശ്യം നല്ലൊരു പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി ഉള്ള നേതാവ് കാസയ്ക്ക് അല്ലെങ്കിൽ ഇത്തരം നിലപാടുകൾക്കെതിരെ രംഗത്ത് വരുമ്പോൾ ആ സമൂഹത്തിൽ കാസയെയും ഇത്തരം തീവ്ര നിലപാടുകൾ എടുക്കുന്ന ആൾക്കാരുണ്ട്. വലിയ തോതിൽ ക്രൈസ്തവ സമുദായത്തിൽ ഇതിനെ എതിർക്കുന്നവരുണ്ട്. അവർക്ക് അവരായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ ഇത്തരം നേതൃത്വം ഉപകരിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ്. കാരണം രാഷ്ട്രീയമാണിത്. ഞാൻ പറഞ്ഞ പോലെ നേരത്തെ എല്ലാം അങ്ങ് വീഴണമെന്നില്ല. പക്ഷെ ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് സണ്ണി ജോസഫ് അല്ലെങ്കിൽ ആ പേരുള്ള ഏതെങ്കിലും ഒരാൾ ഒരു KPC അധ്യക്ഷനാണ്. അതൊരു എന്താ പറയുക, നമ്മളൊരു മുന്നോട്ടുള്ള ഓട്ടത്തിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കെ സുധാകരനോ അല്ലെങ്കിൽ അടൂർ പ്രകാശോ ആ കാസയ്ക്കെതിരെ നിലപാടെടുക്കുന്നതിനേക്കാൾ എത്രയോ പൊളിറ്റിക്കലി അഡ്വാൻറ്റേജ് കിട്ടും സണ്ണി ജോസഫ് കൊടുത്താൽ. അത്തരം കാര്യങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിന്റ് ശരിയാണ്. അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ക്രിസ്ത്യൻ നാമധാരിക്ക് തന്നെയാണ് അത് ഏറ്റവും ശക്തമായ നിലപാടായി അവതരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് ശരിയാണ്.